സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത്. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. പൂവച്ചൽ ഖാദർ പാർക്ക് നിർമ്മാണത്തിന്റെ മറവിലാണ് പൊതുവഴി ഇടിച്ചു നിരത്തിയത്. 70 ലക്ഷം രൂപയുടെ പദ്ധതി ഇതുവരെ ചിലവാക്കിയത് 50 ലക്ഷം. ഇനി പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് 20 ലക്ഷം. വാസ്തവത്തിൽ ഈ പാർക്കിന്റെ നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. കാണേണ്ട കാഴ്ചയാണിത്. പാർക്ക് നിർമ്മാണത്തിന്റെ മറവിലാണ് നിരവധി കുടുംബങ്ങൾ ഉപയോഗിച്ചു വന്ന പൊതുവഴിയിൽ നിന്നും അനധികൃതമായി മണ്ണിടിച്ച് വഴി തടസ്സപ്പെടുത്തിയത്. മാത്രമല്ല, പാർക്കിന്റെ പണികൾക്കായി മണ്ണിടിച്ച് മാറ്റിയതോടെ വഴിയാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും വാഹനയാത്രക്കാർക്കും പോകാൻ കഴിയാത്ത വിധം വഴി തടസ്സപ്പെട്ടു. അവരോട് സുഖമില്ലാതായി കഴിഞ്ഞാൽ കസേരയിൽ വെച്ച് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ. അത് പാടില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പുറത്തോട്ട് പോകണമല്ലോ. കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, പിന്നെ വയസ്സായ അമ്മമാരും സഹോദരിമാരും ഉണ്ട്. പിന്നെ അവർക്കൊക്കെ ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് വണ്ടി വാഹനം ഉണ്ടെങ്കിലോ പോണ്ടേ. സാംസ്കാരിക വകുപ്പിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപയിൽ നിർമ്മിച്ച പാർക്കിന്റെ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്ന ആരോപണം ഉയരുമ്പോഴാണ് പൊതുവഴി തടസ്സപ്പെടുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള നടപടികൾ. നമ്മളെ ഈ പൊതുവഴിയിൽ ആപ്പാടെ ഇവിടെ ഇട്ടിട്ടുള്ള 4 അടി വഴിയാണ് നമുക്ക് ഇട്ടിട്ടുള്ളത്. ലോറി വന്നുകൊണ്ട് ഇവിടെ 150 കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു വഴിയിൽ ഇവർ ചെയ്തിരിക്കുന്ന 4 അടി വഴി തന്നിട്ട് ബാക്കി എല്ലാവരും കെട്ടിയെടുക്കുമെന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇത് പഞ്ചായത്ത് പോയി ഇന്ന് കംപ്ലൈൻറ്റും കൊടുത്തു, ബാക്കിയെല്ലാം നമ്മൾ രജിസ്റ്ററും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റിൻ്റെ അടുത്ത് സംസാരിച്ചു. പ്രസിഡന്റ് ഈ ബണ്ട് ഇടിക്കൽ എന്നൊരു നിയമത്തിനെ കുറിച്ച് വേറൊന്നും സംസാരിക്കുകയോ വേറൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വേറൊരു സംസാരവും ഉണ്ടായിട്ടുമില്ല. ഇടിക്കുന്ന കാര്യം പോലും നമ്മൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. പഞ്ചായത്തിൽ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. വഴി തടസ്സപ്പെടുത്തിയത് പരിശോധിക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പ് നൽകി. മണ്ണിടിച്ചു നിരത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അറിവോടെയാണെന്ന ആരോപണവും ശക്തമാണ്. സാംസ്കാരിക വകുപ്പിൽ നിന്നും പൂവച്ചൽ പാർക്കിന്റെ നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപയിൽ നിർമ്മിച്ച കുളവും ഈ ഫെൻസിങ്ങുമാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപ തന്നെ ചിലവഴിച്ചോ എന്ന സംശയം പൊതുജനങ്ങൾക്കും ഒപ്പം ഞങ്ങൾക്കുമുണ്ട്. ജനവികസന പദ്ധതികൾക്കാണ് പഞ്ചായത്ത് പ്രാധാന്യം നൽകുന്നതെന്ന് പറയുമ്പോഴും ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിലാണ് പഞ്ചായത്ത് കൂടുതൽ മുൻഗണന നൽകുന്നതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായത്തിൽ നിന്നും വ്യക്തമാകുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ജനഹിതമായ നടപടികൾ കൂടി നടപ്പാക്കുവാൻ ഗ്രാമപഞ്ചായത്തിനും ബാധ്യതയുണ്ട്. എന്നാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അടക്കം നിഷേധിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. വികസനം നാടിനോ അതോ പഞ്ചായത്തിനോ? മറുപടി പറയാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ബാധ്യസ്ഥരുമാണ്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം വീണ, ജനം, തിരുവനന്തപുരം.